Experiment number 4, string manipulations in Python. So aim of the experiment എന്ന് പറയുന്നത് to demonstrate how to create, concatenate and print a string and how to access a substring from a given string. So besides വേണ്ടത് basic data types in Python ഉള്ള understanding മാത്രം മതിയാവും. സോ പൈത്തണിൽ ഡേറ്റ സ്ട്രിങ് ഡേറ്റ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈത്തണിൽ സ്ട്രിങ് വേരിയബിൾസ് അസൈൻ ചെയ്യാം. ആൻഡ് ദെൻ ടു കൺകാറ്റനേറ്റ് ടു സ്ട്രിങ്സ് നമുക്ക് ആസ് യൂഷ്വൽ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് രണ്ട് സ്ട്രിങ് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ str1 എന്ന് പറയുന്നത് ഹലോ വേൾഡ്, ഹലോ എന്ന് പറയുന്ന വേരിയബിൾ, ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ഇനിഷ്യലൈസ് ചെയ്തു. സോ അത് സിംഗിൾ കോഡ്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ കൊടുക്കാം. അതുപോലെ str2 എന്ന് പറയുന്നത് വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ കൊടുത്തു. ദെൻ അത് രണ്ടും നമ്മൾ കൺകാറ്റനേറ്റ് ചെയ്ത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരൊറ്റ സ്ട്രിങ് ആക്കി മാറ്റാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ജസ്റ്റ് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മതി. str1 പ്ലസ് സ്പേസ് പ്ലസ് str2. സോ ഹലോ, ദെൻ സ്പേസ് വന്നു, ദെൻ വേൾഡ് വന്നു. അത് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, അതാണ് കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ദെൻ എയിം ഓഫ് ദി എക്സ്പെരിമെന്റിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സബ്സ്ട്രിങ് ആക്സസ് ചെയ്യുന്നതാണ്. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു വേർഡ്, ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ ഒരു പാർട്ട് HEL മാത്രം നമുക്ക് എടുക്കണം. അങ്ങനെ എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. സോ സബ്സ്ട്രിങ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് സ്ലൈസിങ്. ദ സിൻടാക്സ് ഫോർ യൂസിങ് സ്ലൈസിങ് ഈസ് our string or my string of start colon end എന്നാണ്. സോ പൈത്തൺ ഇൻഡെക്സ് സ്റ്റാർട്ട്സ് അറ്റ് 0. സോ നമ്മൾക്കൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റാർട്ട് ഇൻഡെക്സ് ബട്ട് എക്സ്ക്ലൂഡ്സ് ദ എൻഡ് ഇൻഡെക്സ്. സോ എൻഡ് ഇൻഡെക്സ് -1 വരെ നമുക്ക് എടുക്കുള്ളൂ. സോ ഒരു എൻഡ് എന്ന് പറയുന്ന ഇൻഡെക്സ് കിട്ടണമെങ്കിൽ നമ്മളപ്പോൾ ഇതിൻ്റെ അകത്ത് 5 ആണ് ലാസ്റ്റ് ഇൻഡെക്സ് ആയിട്ട് വരേണ്ടതെങ്കിൽ നമ്മളിവിടെ എൻഡ് എന്നുള്ളടത്ത് 6 കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് കൊടുക്കേണ്ട സ്ട്രിങ്ങിൻ്റെ ഇതനുസരിച്ച്, സോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ സ്ട്രിങ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് ആണെങ്കിൽ ഹലോ W എന്ന് പറയുന്ന സബ്സ്ട്രിങ് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ H എന്ന് പറയുന്നത് 0-ലാണ്, ഇത് 1-ലാണ്, ഇത് 2-ലാണ്, L 3-ലാണ്, O 4-ലാണ്, സ്പേസ് 5-ലാണ്, W 6-ലാണ്. സോ ഹലോ വേൾഡ് കിട്ടണമെങ്കിൽ ദെൻ സബ് അണ്ടർസ്കോർ സ്ട്രിങ് ഈക്വൽ ടു my underscore string of 0:6 വരെ കിട്ടണമെങ്കിൽ 7 കൊടുക്കണം. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ഈ സ്റ്റാർട്ട് ഇൻഡെക്സിൻ്റെയും എൻഡ് ഇൻഡെക്സിൻ്റെയും വാല്യൂസ് മാറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിവൺ സ്ട്രിങ്ങിൻ്റെ ഏത് പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ സബ്സ്ട്രിങ് എടുക്കുക എന്ന് പറയുന്നത്. സോ എക്സ്പെരിമെൻ്റ് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 3 എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് എ പൈത്തൺ കോഡ് ടു സ്കാൻ ദ സ്ട്രിങ് ഫ്രം ദ കീബോർഡ്, ദെൻ ആസ്ക് ദ യൂസർ ടു എൻ്റർ ദ ഇൻഡെക്സ്, സ്റ്റാർട്ട് ഇൻഡെക്സ്, എൻഡ് ഇൻഡെക്സ് ആൻഡ് പ്രിന്റ് ദ സബ്സ്ട്രിങ് ഫ്രം ദ ഇൻപുട്ട് സ്ട്രിങ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫൈഡ് ഇൻഡീസസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിൽ നിന്ന് ഒരു ഇൻഡെക്സ് റിക്വസ്റ്റ് ചെയ്യണം, അതിനുശേഷം സ്റ്റാർട്ട് ഇൻഡെക്സ് ചോദിക്കണം, സ്റ്റാർട്ട് ഇൻഡെക്സ് ചോദിച്ചതിന് ശേഷം എൻഡ് ഇൻഡെക്സ് ചോദിക്കണം. ഈ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ഉപയോഗിച്ച് ഗിവൺ സ്ട്രിങ്ങിൽ നിന്ന് ഒരു സബ്സ്ട്രിങ് ഫോം ചെയ്ത് നമ്മൾ ആ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കീബോർഡിൽ നിന്ന് ഡാറ്റ നമുക്ക് സ്കാൻ ചെയ്യണം. സോ കീബോർഡിൽ നിന്ന് സ്കാൻ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫംഗ്ഷനാണ്. സോ my underscore string എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. my underscore string ഈസ് ഈക്വൽ ടു, ഇനി ഡാറ്റ റീഡ് ചെയ്യേണ്ടത് കീബോർഡിൽ നിന്നായതുകൊണ്ട് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു, ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്തു, എൻ്റർ ദ സ്ട്രിങ്, എൻ്റർ ദി സ്ട്രിങ് എന്ന് പറയുന്ന മെസ്സേജ് കാണിച്ചു. അപ്പം നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തു, അത് സ്ട്രിങ് എന്ന് my underscore string എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അടുത്ത സ്റ്റേജിൽ ചോദിക്കേണ്ടത് ആസ്ക് ദ യൂസർ ടു എൻ്റർ ദ സ്റ്റാർട്ട് ഇൻഡെക്സ്. സ്റ്റാർട്ട് ഇൻഡെക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ഈക്വൽ ടു ദെൻ അഗെയിൻ ഇൻപുട്ട് എൻ്റർ ദ സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന മെസ്സേജ് കൊടുത്തു. ഇനി വരുന്ന ഡാറ്റ ഇൻഡെക്സ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആവാൻ പാടില്ല, ആൽഫബറ്റ്സ് ആവാൻ പാടില്ല, ന്യൂമറിക് ആയിരിക്കണം. സോ അത് ഇൻഡിജർ ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡ് ഫംഗ്ഷൻ കൂടി കൺവേർട്ട് ചെയ്തു. ടൈപ്പ് കാസ്റ്റ് ഉപയോഗിച്ച് ഒരു ഇൻഡ് സ്ട്രിങ്ങിനെ ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എൻഡ് ഇൻഡെക്സും കോൾ ചെയ്തു. ഇൻഡ് ഓഫ് ഇൻപുട്ട് മെസ്സേജ് എൻ്റർ ദ എൻഡ്
ഇൻഡെക്സ്. ഓക്കെ, സോ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും നമ്മൾ ചോദിച്ചു. ദെൻ ഈ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ഉപയോഗിച്ച് നമ്മൾക്ക് സബ്സ്ട്രിങ് ഫോം ചെയ്യണം. സോ സബ്സ്ട്രിങ് ഫോം ചെയ്യുന്നതിന് നമ്മൾ സബ് അണ്ടർ സ്കോർ സ്ട്രിങ്, അതാണ് നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത്. സബ്സ്ട്രിങ് ഈസ് ഈക്വൽ ടു, സബ്സ്ട്രിങ് എന്ന് പറയുന്നത് മൈ സ്ട്രിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. എവിടെ മുതലാണ്? സ്റ്റാർട്ട് മുതൽ എൻഡ് പ്ലസ് വൺ വരെ. സോ എൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ട് വരണമെങ്കിൽ, എൻഡ് ഇൻഡെക്സ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ലിമിറ്റിൽ നമ്മൾ എൻഡ് കോളൻ പ്ലസ് വൺ കൊടുക്കണം. ഓക്കെ, സോ അപ്പം സ്റ്റാർട്ട് ഇൻഡെക്സ് മുതൽ എൻഡ് വരെയുള്ള ഡേറ്റ കിട്ടും. ഓൾവേസ് സ്റ്റാർട്ട് ഇൻക്ലൂഡിംഗ് ആണ്, എൻഡ് അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി എൻഡ് പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിംഗ് ആണ്. സോ ഓൾവേസ് നമ്മൾ അതൊരു വൺ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കും. ദെൻ വി വിൽ പ്രിന്റ് സബ് അണ്ടർ സ്കോർ സ്ട്രിങ്. സോ ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ പ്രോഗ്രാം നമ്മൾ ഒരു പൈത്തൺ ഷെല്ലിൽ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് നോക്കാം. മൈ അണ്ടർ സ്കോർ സ്ട്രിങ് ഈക്വൽ ടു ഇൻപുട്ട്, എൻ്റർ ദി സ്ട്രിങ് കൊടുത്തു. ദെൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റ് ടൈപ്പ് കാസ്റ്റ് വിളിച്ചു, ഇൻപുട്ട് വിളിച്ചു, മെസ്സേജ് പാസ് ചെയ്തു, എൻ്റർ ദ സ്റ്റാർട്ട് ഇൻഡെക്സ്. ഓക്കെ, നമ്മൾ ഇൻറ്റ് ക്ലോസ് ചെയ്തു, ഇൻറ്റ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ദെൻ എൻഡ് ഇൻഡെക്സ് കോൾ ചെയ്തു. എൻഡ് ഈസ് ഈക്വൽ ടു ഇൻറ്റ് ടൈപ്പ് കാസ്റ്റ്, ഇൻപുട്ട് ഫംഗ്ഷൻ, മെസ്സേജ്, എൻ്റർ ദി എൻഡ് ഇൻഡെക്സ്, ഇൻപുട്ട് ക്ലോസ് ചെയ്തു, ഇൻഡിജ് ക്ലോസ് ചെയ്തു. ഓക്കെ, സോ മൈ സ്ട്രിങ് വിളിച്ചു, സ്റ്റാർട്ട് ഇൻഡെക്സ് വിളിച്ചു, എൻഡ് ഇൻഡെക്സ് വിളിച്ചു. ദെൻ റിസൾട്ടിന് വേണ്ടിയിട്ട് സബ്സ്ട്രിങ് എന്ന രീതിയിൽ, സബ്സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. അത് എന്ന് പറയുന്നത് മൈ അണ്ടർ സ്കോർ സ്ട്രിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. പാർട്ട് തുടങ്ങുന്നത് സ്റ്റാർട്ട് മുതൽ എൻഡ് പ്ലസ് വൺ വരെയാണ്. സോ മൈ സ്ട്രിങ് എന്ന് പറയുന്നത് സബ്സ്ട്രിങ് എന്ന് പറയുന്നത് മൈ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ. സോ സ്റ്റാർട്ട് കോളൻ എൻഡ് പ്ലസ് വൺ കൊടുത്തു. ദെൻ വി വിൽ പ്രിന്റ് ദ റിസൾട്ട്, പ്രിന്റ് സബ് അണ്ടർ സ്കോർ സ്ട്രിങ്. സോ സബ്സ്ട്രിങ് പ്രിന്റ് ചെയ്തു. സോ വിൽ സേവ് ദ ഫയൽ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട്. നമ്മൾ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ എൻ്റർ ദ സ്ട്രിങ് എന്ന് പറയുന്ന മെസ്സേജ് വന്നു. ഹിയർ വി വിൽ ടൈപ്പ് ഹലോ വേൾഡ്. സ്റ്റാർട്ട് ഇൻഡെക്സ് 0, എൻഡ് ഇൻഡെക്സ് നമ്മൾ 3 കൊടുത്തു, HELL. സോ 0, 0, 1, 2, 3 വരെ ഇൻഡെക്സ് ആയിക്കൊണ്ട് നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്ത് വന്നു. ഓക്കെ, സോ നമ്മൾ പ്രോഗ്രാമിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ലൈനിലേക്ക് പോകാനായിട്ട് നമ്മളിവിടെ ഒരു /n കൊടുത്തു, അടുത്തതിലും ഒരു /n കൊടുത്തു, /n കൊടുത്തു. ഓക്കെ, നൗ ഹിയർ നമുക്കിവിടെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ the substring is അതിനുശേഷം നമുക്ക് കോൾ ചെയ്തു, ടെർമിനേറ്റ് ചെയ്തു, ഡോട്ട് ഫോർമാറ്റ് വിളിച്ചു, സബ്സ്ട്രിങ് പ്രിന്റ് ചെയ്തു. യെസ്, സബ്സ്ട്രിങ്ങിനെ നമുക്കൊരു ഇൻവേർട്ടഡ് കോട്ട്സിൽ കൊടുക്കാനായിട്ട് ഒരു സിംഗിൾ കോട്ട്സ് കൊടുത്തു, അഗെയിൻ ഒരു സിംഗിൾ കോട്ട് കൊടുത്തു. സോ ഇതിൻ്റെ റിസൾട്ട് അതിനെ കുറച്ചൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സബ്സ്ട്രിങ് ഈസ് എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ട്രിങ്ങിനെ ഒരു ഇൻവേർട്ടഡ് കോട്ട്സിൽ കൊടുക്കും.
then we will save, run our code. Okay, so substring enter the string എന്നുള്ള ചേർന്ന് വരുന്നതിന് പകരം നമുക്ക് താഴെ ഡിസ്പ്ലേ വന്നു. സോ അവിടെ നമ്മൾ ഹലോ വേൾഡ് എന്ന് ഇൻപുട്ട് ചെയ്തു. സ്റ്റാർട്ട് ഇൻഡെക്സ് 1ന് പകരം 0ക്ക് പകരം നമ്മൾ 1 കൊടുത്തു. എൻഡ് ഇൻഡെക്സ് എന്നുള്ളത് 6 കൊടുത്തു. സോ ദ സബ്സ്ട്രിങ് ഈസ് ഹെലോയുടെ ഇ മുതൽ തുടങ്ങിയിട്ട് W എന്ന് പറയുന്നത് 6ൽ വരും. സോ 0, 1, 2, 3, 4, 5, 6. സോ W എന്ന് പറയുന്നത് 6ലാണ്. സോ LLO W വരെ അത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ അതിന് ഡിഫറെൻ്റ് ടെസ്റ്റ് കേസസ് നിങ്ങൾ കാണിക്കണം. ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്, സോ ഹലോ വേൾഡ് ഇൻപുട്ടായിട്ട് കൊടുത്തു, സ്റ്റാർട്ട് ഇൻഡെക്സ് 0 കൊടുത്തു, എൻഡ് ഇൻഡെക്സ് 4 കൊടുത്തു, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഹലോ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇത് സെക്കൻഡ് ടെസ്റ്റ് കേസാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് അഗെയിൻ ഹലോ വേൾഡ്, സ്റ്റാർട്ട് ഇൻഡെക്സ് 6 കൊടുത്തു, എൻഡ് ഇൻഡെക്സ് നമ്മൾ 10 കൊടുത്തു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേൾഡ് എന്ന് പറയുന്ന റിസൾട്ട് വന്നു. ദെൻ മൂന്നാമത്തെ ടെസ്റ്റ് കേസ് എന്നുള്ള രീതിയിൽ സ്ട്രിങ് ഇൻപുട്ട്, ടെസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഹലോ വേൾഡ് തന്നെയാണ്. സ്റ്റാർട്ട് ഇൻഡെക്സ് 7 കൊടുത്തു, എൻഡ് ഇൻഡെക്സ് 7 കൊടുത്തു. സോ 7 മുതൽ 7 വരെ, ഓക്കെ, 7 to 7:8 എന്ന് വരും. സോ 7 മാത്രം വരും. സോ മൈ സ്ട്രിങ് ഓഫ് 7 ആണ് പ്രിന്റ് ചെയ്ത് വരിക. മൈ സ്ട്രിങ് ഓഫ് 7 എന്ന് പറയുന്നത് O ആണ്, അതുകൊണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് O ആയിട്ട് മാറി. പിന്നെ അടുത്ത ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് നാലാമത്തെ ടെസ്റ്റ് കേസാണ്. ഹലോ വേൾഡ് സെയിം ഇൻപുട്ട് തന്നെ 5, സ്റ്റാർട്ട് ഇൻഡെക്സ് 5 കൊടുത്തു, എൻഡ് ഇൻഡെക്സ് 3 കൊടുത്തു. സോ 3, 4, 5, 5 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രിങ് ഒന്നും ഇല്ല. 5 to 3 എന്ന് പറയുന്ന ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഇങ്ങനെ ഒരു നൾ ആയിട്ടുള്ള നൾ സ്ട്രിങ് ആണ് വരിക. നൾ സ്ട്രിങ് ഒന്നുമില്ല, നൾ സ്ട്രിങ്. അതാണ് നാലാമത്തെ കേസ്. ദെൻ അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് അഗെയിൻ 5 to 3, അഗെയിൻ നൾ സ്ട്രിങ് തന്നെയാണ് വരിക. ഓക്കെ, സോ ദീസ് 4 കേസസ് മാത്രം കാണിച്ചാൽ മതി. 4 കേസ് വരുന്ന രീതിയിൽ കാണിച്ചാൽ മതി. ദെൻ ഇഫ് യു ഗോ ടു ദ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, അഗെയിൻ റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഇൻപുട്ട് എ സീക്വൻസ് ഫ്രം ദ കീബോർഡ്. ആദ്യത്തെ അതേ സീക്വൻസ് തന്നെ ഒരു കീബോർഡിൽ നിന്ന് ഒരു സ്ട്രിങ് നമ്മൾ റീഡ് ചെയ്യണം. ദെൻ ആസ്ക് ദ യൂസർ ഫോർ 2 ഇൻഡീസസ്, സ്റ്റാർട്ട് ഇൻഡെക്സ് ആൻഡ് ദ എൻഡ് ഇൻഡെക്സ്. സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ചോദിച്ചു. ദെൻ പ്രിന്റ് ദ സബ്സ്ട്രിങ് ഫ്രം ദ ഇൻപുട്ട് സീക്വൻസ്. ഇതൊക്കെ ഇതുവരെ നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ ചെയ്തതാണ്. ദെൻ സെക്കൻഡ് എക്സ്പെരിമെന്റിൽ അഡീഷണലി വരുന്നത്, ദെൻ പ്രിന്റ് ദ സെയിം സ്ട്രിങ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. സോ ഹലോ ആണ് നമ്മൾ സബ്സ്ട്രിങ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ OLLEH എന്ന് പറയുന്ന സബ്സ്ട്രിങ് റിവേഴ്സ് ഓർഡറിലാക്കിയിട്ട് ഒരു റിവേഴ്സ് സ്ട്രിങ് നമ്മൾ ഉണ്ടാക്കി ആ റിവേഴ്സ് സ്ട്രിങ് നമ്മൾ പ്രിന്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ അതേ പ്രോഗ്രാം നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യും. സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ, സോ പ്രിന്റ് സബ്സ്ട്രിങ് ഈസ് നമ്മൾ sub_string ചെയ്തു. സോ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ആദ്യം my_string equal to input, enter the string, then start വിളിച്ചു, end of input, enter the start index, then end is equal to end of input of enter the end index. Okay, then substring നമ്മൾ ഫോം ചെയ്തു. sub_string is equal to my_string of start :end +1 അത് കോൾ ചെയ്തു. ദെൻ നമ്മളൊരു റിവേഴ്സ് ഓർഡറിലാക്കുന്ന സ്ട്രിങ്ങിന് വേണ്ടി റിവേഴ്സ് സ്ട്രിങ് ഈസ് ഈക്വൽ ടു ഒരു നൾ സ്ട്രിങ് ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, അതായത് റിവേഴ്സ് സ്ട്രിങ് കീപ്പ് ചെയ്യാനായിട്ട് ഒരു REV_string എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഹലോ വേൾഡ് ആണ് നമ്മളെ ഇൻപുട്ട് സ്ട്രിങ് എങ്കിൽ, ഹലോ വേൾഡ് ആണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എങ്കിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് എളുപ്പത്തിന് വേണ്ടിയിട്ട് 0 കൊടുത്തു, എൻഡ് ഇൻഡെക്സ് നമുക്ക് 4 കൊടുത്തു, 4 കൊടുത്തു. ഓക്കെ, സോ സബ്സ്ട്രിങ് എന്ന് പറയുന്നത് ഹെല്ലോ ആണ്. റിവേഴ്സ് ഓർഡറിലേക്ക് വരുമ്പോൾ OLLEH ഇങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്തു. അതായത് റിവേഴ്സ് അണ്ടർസ്കോർ സ്ട്രിങ് എന്ന് പറയുന്നത് OLLEH ആക്കിയിട്ട് വരണം. സോ അതിനെ ചെയ്യേണ്ടത് നമ്മൾ ഈ മൈ അണ്ടർസ്കോർ സ്ട്രിങ്ങിലെ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, ഓരോ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ I in range 0 colon 0 colon sorry റിവേഴ്സിൽ നിന്ന് വരുന്നത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ഇൻഡെക്സ് നമ്മൾ ആസ്ക് ചെയ്തിട്ടുണ്ട്, എൻഡ് ഇൻഡെക്സും ആസ്ക് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ഇൻഡെക്സ് മുതലാണ്, സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് 4 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 4 സ്റ്റാർട്ട് ഇൻഡെക്സ് ആയിട്ട് വരണമെങ്കിൽ എൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. സോ എൻഡ് എന്ന് പറയുന്നത് ആദ്യം കൊടുത്തു. സോ ഫോർ I in range എൻഡ് കോമ ദെൻ നമുക്കറിയാം റേഞ്ചിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് കോമ എൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഇൻക്ലൂഡിംഗ് ആണ്. ആദ്യത്തെ പാരാമീറ്റർ ഇൻക്ലൂഡഡ് ആണ്, രണ്ടാമത്തെ പാരാമീറ്ററിന്റെ -1 വരെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 4 മുതൽ 0 വരെ വരണമെങ്കിൽ എൻഡ് കൊടുത്തു, ദെൻ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ 0ന്റെ താഴെ 0 ഇൻക്ലൂഡ് ആവണമെങ്കിൽ 0 -1 കൂടി കൊടുക്കണം. സോ സ്റ്റാർട്ട് -1. സോ എൻഡ് മുതൽ സ്റ്റാർട്ട് -1 വരെ. ദെൻ നമ്മൾക്ക് റിവേഴ്സ് ഓർഡറിലാണ് പോകേണ്ടത്. റിവേഴ്സ് ഓർഡറിൽ പോകുന്നതുകൊണ്ട് നമ്മൾ -1 കൊടുക്കണം. So for I in range end comma start -1 comma -1. So end മുതൽ 4 മുതൽ 4 മുതൽ 4 3 2 1 0. സോ സ്റ്റാർട്ട് -1 എന്ന് പറയുന്നത് -1 ആയിരിക്കും. -1ന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ 0 ആണ്. സോ 4 3 2 1 0 എന്നുള്ള ഇൻഡീസസിലെ ആൽഫബറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് -1 കൊടുക്കണം. ദെൻ ഡിക്രിമെന്റ് ചെയ്ത് റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ -1 കൂടി കൊടുക്കണം. ദെൻ ഈ അസൈൻമെന്റ് ആണ് REV_string എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലസ് ഈക്വൽ ടു my underscore string of I കൊടുത്തു. ഓക്കെ, സോ അവിടെ ഫോർ ലൂപ്പ് അവിടെ എൻഡ് ചെയ്തു. ദെൻ വി വിൽ പ്രിന്റ് ദ റിസൾട്ട്. ദ റിവേഴ്സ് സ്ട്രിങ് ഇൻ ദ സ്ട്രിങ് ഈസ് REV_string എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഫോർ I in range, ഫോർ ഐയുടെ വാല്യൂ ആദ്യം എൻഡ് വന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സോ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 0 ആണ്, എൻഡ് എന്ന് പറയുന്നത് 4 ആണ്. സോ നമ്മളുടെ സ്ട്രിങ് എന്ന് പറയുന്നത് മൈ സ്ട്രിങ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് ആണ്. 0 1 2 3 4 5 6 ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സസ് പോകുന്നത്. സോ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫോർ I in range എൻഡ് കോളൻ സ്റ്റാർട്ട് -1. സോ ഐയുടെ വാല്യൂസ് എന്ന് പറയുന്നത് എൻഡ് മുതൽ തുടങ്ങി. എൻഡ് 4 ആണ്, പിന്നെ -1 ആയതുകൊണ്ട് 3 വന്നു, ദെൻ 2 വരും, ദെൻ 1 വരും, ദെൻ 0 വരും. എൻഡ് -1, എൻഡ് എന്ന് പറയുന്നത് 0 ആണ്. 0 -1 ഈക്വൽ ടു -1 ആയി. സോ 0 -1ൽ -1 വരെ പോകില്ല, അതിന് തൊട്ട് മുൻപുള്ള നമ്പർ. സോ 0 വരെ ഐയുടെ വാല്യൂ സ്പാൻ ചെയ്യും. സോ 4 മുതൽ 0 വരെ ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് REV string പ്ലസ് ഈക്വൽ ടു REV നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന REV string ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നൾ സ്ട്രിങ്ങിലാണ്. സോ ആദ്യം നമ്മൾ മൈ REV_string എന്ന് പറയുന്നത് REV_string ഈസ് ഈക്വൽ ടു നൾ സ്ട്രിങ് പ്ലസ് മൈ സ്ട്രിങ്ങിന്റെ I വാല്യൂ. ഐയിലുള്ളത് ഇപ്പോൾ O ആണ്. സോ REV ഈസ് ഈക്വൽ ടു O ആയിട്ട് മാറും. നെക്സ്റ്റ് ഐയുടെ വാല്യൂ 3 ആയിട്ട് മാറി. ദെൻ REV string ഈസ് ഈക്വൽ ടു പ്രസന്റ് REV പ്ലസ് ഇപ്പോൾ REV പ്ലസ് മൈ സ്ട്രിങ് ഓഫ് I എന്ന് പറയുന്നത് 3 ആണ്. അവിടെ നമ്മൾ L വരും. അഗെയിൻ ഐയുടെ വാല്യൂ 2 ആയി. ദെൻ മൈ സ്ട്രിങ് ഈസ് ഈക്വൽ ടു മൈ സ്ട്രിങ് OL പ്ലസ് അടുത്ത മൈ സ്ട്രിങ്ങിന്റെ 2ലുള്ളത് ഐയുടെ വാല്യൂ 2 ആണ്. ദെൻ ഐയുടെ വാല്യൂ 2വിന് ശേഷം 1 ആകും. ദെൻ 1ലുള്ള വാല്യൂ മൈ സ്ട്രിങ് ഓഫ് 1 ആണ്. മൈ സ്ട്രിങ് ഓഫ് 1 എന്ന് പറയുന്നത് E ആണ്. സോ അത് ഇയിലേക്ക് ആഡ് ചെയ്യും.
അടുത്ത വാല്യൂ ഐ ഈസ് ഈക്വൽ ടു 0 ആകും. ഐ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ കണ്ടീഷൻസ് വീണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ മൈ സ്ട്രിങ് ഓഫ് 0 എന്ന് പറയുന്ന എച്ച് ആണ്, അത് റിവേഴ്സ് സ്ട്രിങ്ങിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. സോ OLLE H വന്നു. ഓക്കെ, നൗ വി വിൽ പ്രിന്റ് ദിസ് റിവേഴ്സ് സ്ട്രിങ് ഇൻ using the print statement, so we will get the final result. So നമ്മൾ ഓൾറെഡി സബ്സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നൗ പ്രോഗ്രാം നമ്മൾ ചെയ്തു വരുമ്പോൾ റിവേഴ്സ് സ്ട്രിങ്ങിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. റിവേഴ്സ് സ്ട്രിങ് ഈസ് ഈക്വൽ ടു ഒരു നൾ സ്ട്രിങ്, ഒരു 0 സ്ട്രിങ് എന്ന് പറയാം. നൗ ഫോർ ഐ ഇൻ റേഞ്ച് എവിടെ മുതലാണ്, എൻഡ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് -1 വരെ ഡിക്രിമെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് കറക്റ്റ്, ഐ ഇൻ റേഞ്ച് എൻഡ് കോളൻ സ്റ്റാർട്ട് -1 -1. ഓക്കെ, തീർന്നു. ദെൻ ഫോർ ലൂപ്പിന്റെ കോളൻ കൊടുത്തു. ദെൻ ഈ ഫോർ ലൂപ്പിലെ ഓരോ ഐ വാല്യൂവിനും റിവേഴ്സ് സ്ട്രിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. REV string പ്ലസ് ഈക്വൽ ടു മൈ സ്ട്രിങ് ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ഐയുടെ പൊസിഷൻ. സോ ആദ്യം ഐ ഈസ് ഈക്വൽ ടു ടെക്നിക്കൽ എക്സാമ്പിളിൽ ഐയുടെ വാല്യൂ 4 ആയിരിക്കും. സോ റിവേഴ്സ് സ്ട്രിങ് എന്ന് പറയുന്നത് മൈ സ്ട്രിങ്ങിന്റെ 4ാമത്തെ ഇൻഡെക്സിലുള്ള ക്യാരക്ടർ, അതായത് 5ാമത്തെ ക്യാരക്ടറായ O വരും. അടുത്ത ഐയുടെ വാല്യൂ 3 ആകും. ദെൻ മൈ സ്ട്രിങ്ങിന്റെ 3യിലുള്ള പൊസിഷൻ L വരും. സോ OL ആയിട്ട് മാറി. ദെൻ ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ റിവേഴ്സ് സ്ട്രിങ് എന്ന് പറയുന്നത് OLL ആയിട്ട് മാറി. അടുത്ത ഐയുടെ വാല്യൂ 1 ആകും. റിവേഴ്സ് സ്ട്രിങ്ങിന്റെ വാല്യൂ OLLE ആയിട്ട് മാറും. അടുത്ത ഐയുടെ വാല്യൂ 0 ആകും. 0 ആകുമ്പോൾ മൈ റിവേഴ്സ് സ്ട്രിങ്ങിന്റെ വാല്യൂ H കൂടെ ആഡ് ചെയ്യും. സോ OLLE H എന്ന് നമ്മൾ റിവേഴ്സ് സ്ട്രിങ്ങിലേക്ക് വരും. നൗ ഫോർ ലൂപ്പിന്റെ പുറത്ത് കടന്നതിന് ശേഷം നമ്മളുടെ റിസൾട്ട് കംപ്ലീറ്റ് ഫോർ ലൂപ്പ് ഓരോ എൻഡ് മുതൽ സ്റ്റാർട്ട് വരെ സ്കാൻ ചെയ്ത് റിവേഴ്സ് സ്ട്രിങ്ങിലേക്ക് അസൈൻ ചെയ്ത് റിവേഴ്സ് അണ്ടർസ്കോർ സ്ട്രിങ്ങിലേക്ക് നമ്മളുടെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ വി വിൽ പ്രിന്റ് ദ റിസൾട്ട് എന്ന് പറയുന്നത് ദി സബ്സ്ട്രിങ് ഇൻ റിവേഴ്സ് ഓർഡർ ഈസ് reverse order is dot format rev underscore string. ഓക്കെ, ആ റിസൾട്ട് ഒരു ഇൻഡെക്സിൽ കാണിക്കാനായിട്ട് നമ്മളൊരു സ്ലാഷ് കൂടി കൊടുത്തു. യെസ്, ഓക്കെ. സോ ഇത് നമ്മളുടെ പ്രോഗ്രാം സേവ് ചെയ്തു. Then we will run our code. Enter the string. String is hello world. Start index say 0. End index say 4. So the substring is hello, and the substring in reverse order is OLLEH. Okay, so this way you can test with different test cases. ഓരോ ടെസ്റ്റ് കേസ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന അതേ ടെസ്റ്റ് കേസ് തന്നെ ഇതിൻ്റെ അകത്തും എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ചില കേസിൽ നിങ്ങൾക്ക് എറർ കിട്ടാൻ സാധ്യതയുണ്ട്. ആ എറർ എന്താണോ വരുന്നത് അത് അങ്ങനെ തന്നെ കാണിച്ച് റിസൾട്ട് കാണിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അവർ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. നൗ കമ്മിങ് ടു ദ തേർഡ് എക്സ്പെരിമെൻറ്റ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം to scan a word from the keyboard and ask the user to enter a character. Print the substring from the start of the word up to the first occurrence of the character if it exists. If the character is not found, print a message character not found. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ് ഹലോ വേൾഡ്. സോ ആദ്യം നമ്മൾ മൈ സ്ട്രിങ് കീബോർഡിൽ നിന്ന് ചോദിച്ചു ഹലോ വേൾഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇനി ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഈ വേർഡിൽ അല്ലെങ്കിൽ ഈ സ്ട്രിങ്ങിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്കൊരു സെർച്ച് ക്യാരക്ടർ നമ്മൾ ചോദിക്കണം. സോ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചോദിച്ചു. സേ L ആണ്. ഓക്കെ, സോ L ആണ് എൻ്റർ ചെയ്തതെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്ട്രിങ്ങിൽ ആദ്യത്തെ L വരുന്നത് വരെ, അതായത് H
എൽ അല്ല, ഇ എൽ അല്ല, എൽ എൽ ആണ്. എൽ എന്ന് പറയുന്ന ഒരു പ്രിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ. ഫോർ എക്സാമ്പിൾ CH ചോദിച്ചിരിക്കുന്നത് എം എന്നാണ്. എം ഈ വേൾഡ് ഹലോ വേൾഡിൽ എം ഇല്ല. അങ്ങനെയുള്ള കേസിൽ ക്യാരക്ടർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. സോ പ്രോഗ്രാം ആദ്യം ചെയ്തതുപോലെ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് taking the input string, input, enter the string, my string നമ്മൾ ഇൻപുട്ട് ചെയ്തു. ദെൻ CH എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിനെ നമ്മൾ റീഡ് ചെയ്യണം. സോ അഗെയിൻ ഇൻപുട്ട്, ഓക്കെ, എൻ്റർ ദി, നമുക്കൊരു മനസ്സിലാവുന്ന രീതിയിൽ എൻ്റർ ദ ക്യാരക്ടർ, എൻ്റർ ദ ക്യാരക്ടർ ടു സെർച്ച്. ഓക്കെ. നൗ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു റിസൾട്ട് എന്ന് പറയുന്ന സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്തു. അത് നൾ ഇനീഷ്യലൈസേഷൻ ചെയ്തു. ദെൻ ഈ വന്നിരിക്കുന്ന ഈ ക്യാരക്ടർ സ്ട്രിങ്ങിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹലോ വേൾഡ് ആണ് നമ്മളുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ. ക്യാരക്ടർ എന്ന് പറയുന്ന CH, സോ എം ആണ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എം ഇതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ ഡു സം ആക്ഷൻ, ഇല്ലെങ്കിൽ ഡു അനദർ ആക്ഷൻ. സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? if CH in my underscore string, CH എന്ന് പറയുന്ന ക്യാരക്ടർ my underscore stringൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ദിസ് ഈസ് ദ മെത്തേഡ്. ഉണ്ടെങ്കിൽ ഡു സം ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ എൻ്റെ സ്ട്രിങ്ങിനെ സ്കാൻ ചെയ്ത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് എൻ്റെ സ്ട്രിങ്ങിനെ സ്കാൻ ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച്, എവിടെ മുതലാണ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 മുതൽ ഈ സ്ട്രിങ്ങിൻ്റെ ഫുൾ സൈസ് വരെ. സോ 0 ആണെങ്കിൽ 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ലെങ്ത് ഓഫ് മൈ അണ്ടർസ്കോർ സ്ട്രിങ്. സോ ഫോർ ഐ ഇൻ റേഞ്ച് ഫുൾ ലെങ്ത്. അപ്പോൾ നമ്മളുടെ ലെങ്ത് ഹലോ വേൾഡിലെ ലെങ്ത് 10 ആണ്. 0 മുതൽ 9 വരെ, 0 1 2 3 4 5 6 7 8 9 10. സോ 0 മുതൽ 10 വരെ, അല്ലെങ്കിൽ എൻ്റെ +1 വരെ, സോറി എൻ്റെ സൈസ് നോക്കുമ്പോൾ നമുക്ക് 10 ആയിരിക്കും വരിക. സോ 0 to 10 വരെ നമുക്ക് സ്കാൻ ചെയ്യേണ്ടി വരും. 0 to 10 വരെ സ്കാൻ ചെയ്യേണ്ടി വരും. 0 to 10 വരെ അത് പോകും. സോ ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് മൈ സ്ട്രിങ്. ഓക്കെ. സോ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇത് ഓൾറെഡി ഈ ക്യാരക്ടർ ഇതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. if CH in my string ഇതിനകത്ത് ഉണ്ടെങ്കിലാണ് ഈ പാർട്ട് എക്സിക്യൂട്ട്. സോ ഡെഫിനറ്റ്ലി നമ്മളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ W ആയിരിക്കാം. സോ W ഇവിടെ ഉണ്ട്. സോ W വരെ നമുക്ക് റിസൾട്ടിലേക്ക് സേവ് ചെയ്ത് വെക്കണം. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് പ്ലസ് ഈക്വൽ ടു മൈ സ്ട്രിങ് ഓഫ് ഐ എന്ന് നമുക്ക് കൊടുക്കാം. അത് ആദ്യം H റിസൾട്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്തു, പിന്നെ ഇ അപ്ഡേറ്റ് ചെയ്തു, എൽ അപ്ഡേറ്റ് ചെയ്തു, പിന്നെ വീണ്ടും എൽ അപ്ഡേറ്റ് ചെയ്തു, പിന്നെ ഒ അപ്ഡേറ്റ് ചെയ്തു, സ്പേസ് അപ്ഡേറ്റ് ചെയ്തു, W അപ്ഡേറ്റ് ചെയ്തു. സോ W അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ W എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടർ ആണോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യണം. സോ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ ആണോ എന്ന് ഓരോ സ്ട്രിങ്ങും നമ്മൾ സെർച്ച് ചെയ്യും. ഓരോ സ്ട്രിങ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യേണ്ട ക്യാരക്ടർ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. സോ അത് ചെക്ക് ചെയ്യാനുള്ള വീണ്ടും ഒരു ഇഫ് ലൂപ്പ് കൊടുക്കാം. if my underscore string of I is equal to CH, ആ ആദ്യത്തെ ക്യാരക്ടർ H എന്ന് പറയുന്ന W ആണോ അല്ലയോ എന്ന് ആദ്യം നമ്മൾ H സേവ് ചെയ്തു, മൈ റിസൾട്ടിലേക്ക് സേവ് ചെയ്തതിന് ശേഷം H W ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഫോർ ലൂപ്പ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ. ഇല്ലെങ്കിൽ വീണ്ടും അടുത്ത ക്യാരക്ടറിലേക്ക് പോവുക, റിസൾട്ടിലേക്ക് സേവ് ചെയ്യുക, ഈ W ആണോ എന്ന് നോക്കുക. W അല്ല, വീണ്ടും എൽ എടുത്തു, LE ആണോ ചെക്ക് ചെയ്തു, അല്ല, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ദെൻ ആദ്യം നമ്മൾ ഇഫ് ക്യാരക്ടർ ഈസ് ഇൻ മൈ സ്ട്രിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആ ക്യാരക്ടർ ഇല്ല എങ്കിൽ സോ അതിൻ്റെ ഒരു എൽസ് പാർട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് റിസൾട്ട് കൂടി പ്രിന്റ് ചെയ്യണം. പ്രിന്റ് റിസൾട്ട് എൽസ് പ്രിന്റ് ക്യാരക്ടർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് വന്നു. സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ട്രിങ്ങിനെ നമ്മൾ ചോദിച്ചു. രണ്ടാമത്തത് CH is equal to input, enter the character to
സെർച്ച് മെസ്സേജ് കൊടുത്തു. ദെൻ /n. ഓക്കെ, സോ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് വന്നു. ദെൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെസ്സേജ്, ഒരു സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, അടുത്തത് ഇഫ് ch in my _ string തന്നിരിക്കുന്ന ക്യാരക്ടർ സ്ട്രിങ്ങിൽ ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്തു, ചെക്ക് ചെയ്തു. ഉണ്ടെങ്കിൽ for I in range ln of my stringന്റെ ഫുൾ ലെങ്ത്തിലേക്ക് നമ്മൾ അതിനെ സ്കാൻ ചെയ്തു. ln of my string കോളൻ. അതിൻ്റെ ഫോർ ലൂപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസൾട്ട് പ്ലസ് ഈക്വൽ ടു മൈ സ്ട്രിങ്ങിൻ്റെ ഓരോരോ പൊസിഷനിലുള്ളത് മൈ റിസൾട്ടിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യണം ഇഫ് മൈ സ്ട്രിങ് ഓഫ് ഐ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഈക്വൽ ടു ch ആണോ എന്ന് നമ്മൾ സെർച്ച് ചെയ്തു. ആണെങ്കിൽ പ്രോഗ്രാം അവിടെ തന്നെ ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, ബ്രേക്ക്. ഓക്കെ, ദെൻ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തു വന്ന് കഴിയുമ്പോൾ നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്തു. പ്രിന്റ് റിസൾട്ട്. ഓക്കെ, നൗ ഇവിടെ മെയിൻ ഇഫ് കൊണ്ടുള്ള ക്യാരക്ടർ ഇല്ല എങ്കിൽ പ്രിന്റ് ക്യാരക്ടർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് അവർ പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്തു. പ്രോഗ്രാം റൺ ചെയ്തു. സ്ട്രിങ് ചോദിച്ചു, ഹലോ വേൾഡ്. ക്യാരക്ടേഴ്സ് W നമ്മൾ സെർച്ച് ചെയ്തു. W വരെ അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അഗെയിൻ അടുത്ത ടെസ്റ്റ് കേസിൽ സെയിം സ്ട്രിങ് നമ്മൾ കൊടുത്തു, ഹലോ വേൾഡ്. നമ്മൾ M ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തു. M ഇല്ല, ക്യാരക്ടർ നോട്ട് ഫൗണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ക്യാരക്ടർ M നോട്ട് ഫൗണ്ട് ഇൻ സ്ട്രിങ് അവിടെ കൊടുക്കാം. നിങ്ങളുടെ മൈ സ്ട്രിങ് ഏതാണോ അത് അവിടെ കൊടുക്കാം. സോ ആ രീതിയിൽ നമ്മൾ പ്രോഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്ത് ഓരോ കേസിൻ്റെയും ടെസ്റ്റ് കേസ് കൊടുത്ത് ഇൻപുട്ട് എൻ്റർ ദ സ്ട്രിങ്, ഇൻപുട്ട് കൊടുത്തു ഹലോ വേൾഡ്, ക്യാരക്ടർ O കൊടുത്തു, ഔട്ട്പുട്ട് ഹലോ വരെ പ്രിന്റ് ചെയ്തു. അടുത്ത ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഹലോ വേൾഡ്, H സെർച്ച് ചെയ്തു, H മാത്രം പ്രിന്റ് ചെയ്തു. അടുത്ത ടെസ്റ്റ് കേസ് വീണ്ടും ഹലോ വേൾഡ് കൊടുത്തു, W സെർച്ച് ചെയ്തു, W വരെ പ്രിന്റ് ചെയ്തു. അടുത്ത ടെസ്റ്റ് കേസ് നമ്മൾ L കൊടുത്തു, L 2 പ്രാവശ്യം ഹലോ വേൾഡിൽ 2 പ്രാവശ്യം L ഉണ്ട്. ആദ്യത്തെ L വരുമ്പോൾ നമ്മൾ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സോ അതിൻ്റെ റിസൾട്ട് ടെസ്റ്റ് കേസ് കാണിച്ചു. ദെൻ ക്യാരക്ടർ X സെർച്ച് ചെയ്തു, X നോട്ട് ഫൗണ്ട് ഇൻ ഹലോ വേൾഡ്. സോ ക്യാരക്ടർ X നോട്ട് ഫൗണ്ട് ഇൻ ഹലോ വേൾഡ്. സോ ഈ രീതിയിൽ നമ്മൾ റിസൾട്ടിനെ മോഡിഫൈ ചെയ്യണം. സോ ഡോട്ട് ഫോർമാറ്റ് ഉപയോഗിച്ച് അവിടെ X എന്നും എന്ത് ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നതും നമ്മൾ ഒറിജിനൽ സ്ട്രിങ്ങും അവിടെ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ ഇതാണ് സ്ട്രിങ് മാനിപ്പുലേഷൻസിൻ്റെ എക്സ്പെരിമെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക.